വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ സൈലൻറ്റ് വാലിയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സെക്കൻഡ് എപ്പിസോഡ്, അതായത് സൈലൻറ്റ് വാലിയുടെ ഉൾക്കാടുകളിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് നമ്മുടെ ഈ സൈലൻറ്റ് വാലി. പ്രാദേശികമായി ഇവിടുത്തെ വനങ്ങളെ സൈരന്ധ്രി വനം എന്നും വിളിക്കുന്ന കാര്യം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1975 കാലഘട്ടത്തിൽ നമ്മുടെ കേരള വൈദ്യുതി വകുപ്പ് സൈലൻറ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയിലെ പാത്രക്കടവ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ വാച്ച് ടവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൈലൻറ്റ് വാലിയിലെ പ്രസിദ്ധമായ വാച്ച് ടവർ കാണാനുള്ള യാത്രയാണ്. പ്രകൃതി സ്നേഹികളുടെ ശക്തമായ പ്രക്ഷോഭം കാരണം നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ ഈ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെക്ടർ കണക്കിനുള്ള ഈ മഴക്കാടുകൾ വെള്ളത്തിനടിയിലാകും. അപ്പോൾ ഈ കാടും ഈ ഭംഗിയും ഒന്നും ഇവിടെ ഉണ്ടാവില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാച്ച് ടവറിലേക്ക് കയറി പോകാൻ നമുക്ക് കേരള വനം വന്യജീവി വകുപ്പ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് അറിയിപ്പ്. ഒരേ സമയം 12 ആളിൽ കൂടുതൽ കയറാൻ പാടില്ല എന്നുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ കയറി തുടങ്ങാം. 100 അടി ഉയരമുള്ള വാച്ച് ടവറാണ്. സ്റ്റെപ്പായിട്ട് നമ്മൾ കയറി പോകണം. ഒരു സ്റ്റെപ്പ് ഞാൻ കയറിയിട്ടുള്ളൂ കേട്ടോ. അവിടെ നിന്നിട്ടുള്ള കാഴ്ചകൾ കാണുന്നത് അടിപൊളിയാണ്. ഇതിൽ കയറാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നല്ല കുത്തനെയുള്ള ഒരു ചവിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇതിൽ കയറാനൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ചവിട്ടുപടികളൊക്കെ നല്ല ഇങ്ങനെ സ്റ്റീൽ ഇങ്ങനെ മിനുസായിട്ട് ഇങ്ങനെ കാലിങ്ങനെ വീണ് പോണ പോലെയാണ്. വീതിയൊക്കെ അങ്ങനെ കാണുന്നതാണ് നമ്മുടെ കുന്തിപ്പുഴ കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള ഒരു കാറ്റാണ് കേട്ടോ. ഫോണൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഫോണൊക്കെ കയ്യിൽ നിന്ന് പോണ പോലെയാണ്. ആ ഡാമിൻ്റെ പണി നടക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് തന്നെ പറയാം, ഈ വനമേഖലയൊന്നും ഇപ്പോൾ ഇവിടെ കാണില്ല. മുഴുവൻ വെള്ളത്തിനടിയിൽ പെട്ടുപോയേനെ. ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ള കാഴ്ചയാണ്. 100 അടി ഓൾമോസ്റ്റ് സൈലൻറ്റ് വാലി ഫുള്ളും കാണാം. മുകളിൽ കയറി എത്തിയപ്പോഴേക്കും നന്നായി കഥച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കുന്തിപ്പുഴയുടെ ഒഴുകി വരുന്ന കാഴ്ചകൾ കാണാം. നിലമ്പൂര്, ഊട്ടി അങ്ങനെയുള്ള മലമ്പ്രദേശങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്നത് കേട്ടോ. നല്ലൊരു ടാസ്ക് തന്നെയാണ് ഇതിൻ്റെ വാച്ച് ടവർന്നുള്ള മനോഹരമായ കാഴ്ച കണ്ട് ഇറങ്ങുമ്പോൾ മുഖമൊക്കെ ആകെ ടെൻഷനാവുക. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ. ഇവിടുത്തെ കാടുകളുടെ പ്രത്യേകത കണ്ടു. ഒരു ഇല മുകളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വീഴില്ല. അത്രയും തിക്കായിട്ടുള്ള വനമേഖലയാണത്. അങ്ങനെ നമ്മൾ വാച്ച് ടവറിൻ്റെ താഴേക്ക് ഇറങ്ങി സുരക്ഷിതമായി താഴെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ താഴ്വരയ്ക്ക് നിശബ്ദ താഴ്വര എന്ന് പേരുണ്ടെന്നുണ്ടെങ്കിലും നാനാജാതി പക്ഷികളും പ്രാണികളും മൃഗങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ശബ്ദമുഖരിതമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക കേട്ടോ. കുറിച്ചവിയൻ മൂങ്ങ, തവളവായൻ കിളി, ഷഹീൻ പ്രാപ്പിടിയൻ, മലമുഴക്കി വേഴാമ്പൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന പക്ഷികൾ. പ്രധാനപ്പെട്ട മൃഗങ്ങളെന്ന് പറയാനായിട്ട് സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, കടുവ, പുള്ളിപ്പുലി, കരടി
വാച്ച് ടവർ കണ്ട് നമ്മൾ കുന്തിപ്പുഴ കാണാൻ പോവാണ്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നമുക്ക് നടന്നു പോകണം അങ്ങോട്ട്. ബീഫ് അടയെന്ന് പറഞ്ഞാൽ ബീഫും പഴംപൊരി എന്ന് പറയുന്നത് നന്നായി. എന്ത് ഭംഗിയിലായി ഇവിടുത്തെ ഈ വഴികളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കണേ അല്ലേ. ഇത് ഫോറസ്റ്റ് ഓഫീസാണല്ലേ? ഇത് വർക്കിംഗ് അല്ലേ ഇപ്പോൾ? നല്ലൊരു ഉദ്യാനം തന്നെയാണ് കേട്ടോ ഈ ഫോറസ്റ്റ് ഓഫീസിന് സമീപം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇവിടെയുള്ള സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സും പിന്നെ ഓഫീസുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയിൽ നിർത്തി. സ്റ്റാഫിന്റെ ക്വാർട്ടേഴ്സാണ്. നമ്മുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ പ്രായമായ ആൾക്കാർ, മക്കളൊക്കെ വിദേശത്താണ്, ഞങ്ങളതിന് വീട്ടിലേക്ക് നിന്ന്. സത്യം അതെ. കുന്തിപ്പുഴയിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് എനർജിയൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ചായ അതുപോലെ എന്തെങ്കിലും സ്നാക്സ് അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും ഫുഡൊക്കെ ലൈറ്റായിട്ട് കഴിച്ച് നമുക്ക് കുന്തിപ്പുഴ ട്രക്കിങ്ങിന് പോവാം. വെറൈറ്റി അടകളാണ് കേട്ടോ ഇവിടെ. പുല്ലിൻ്റെ, അരിയുടെ, റാഗി, അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ടുള്ള അടകൾ. ഇവിടെ ഇടക്കാലാശ്വാസമായിട്ട് നമുക്ക് ഒരു ചായയും പിന്നെ ഒരു അട കിട്ടിയിട്ടുണ്ട്. ഈ അട ഉണ്ടാക്കിയിട്ടുള്ളത് കൂവയുടെ ഇലയിലാണ് കേട്ടോ. കൂവയുടെ ഇലയിലാണ് ഈ അട ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. കൊള്ളാം, നല്ല ഏലക്കയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മളിവിടെ പോകുമ്പോൾ ഈ വനപാലകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നടക്കാൻ പാടില്ല, അവരുടെ കൂടെ ഒപ്പത്തിന് തന്നെ നമ്മൾ നടന്നു പോകണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ എല്ലാ തരം മൃഗങ്ങളും പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ആന ഒക്കെ എപ്പോഴും പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നത് എന്തായാലും ഡേഞ്ചറാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇവിടെ നിന്ന് ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അതായത് ഒരില പോലും നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ നിയമം കേട്ടോ. അത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കുറ്റാണ്, അത്യാവശ്യം നല്ല കുറ്റാണ്. നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും ചെടിയോ ഇലയോ പൂ പറിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. മാലപ്പടക്കം കെട്ടിയ പോലെ കണ്ടു ഇങ്ങനെ വള്ളികൾ. നമ്മളിവിടെ മാലപ്പടക്കം കെട്ടിയതാണ് ഇങ്ങനെയൊക്കെ കാണാറില്ലേ. നല്ല രസമായിട്ടുണ്ട്. കൊടുങ്കാടിൻ്റെ നടുക്കൂടെ ഒരു വഴി ഇങ്ങനെ വെട്ടിയേക്കാണ്. അതിൽ കൂടെയാണ് നമ്മുടെ യാത്ര ഇപ്പോൾ കേട്ടോ. ചുറ്റും 2 സൈഡിലും നല്ല കൊടുങ്കാടാണ്, നല്ല തിക്കായിട്ടുള്ള മരങ്ങളും കാര്യങ്ങളുമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്ന് ഇങ്ങോട്ട് ഏകദേശം നമ്മൾ കുന്തിപ്പുഴയുടെ പരിസരമൊക്കെ എത്താറായിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറേ പേര് ഇതാ കുന്തിപ്പുഴ കണ്ട് മടങ്ങി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഹായ്. വെടിപ്ലാവ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു സംഭവം മരങ്ങളാണ് ഇതൊക്കെ. ഇത് കണ്ടോ, ഈ കായാണ്, ഇത് മുള്ളൻ ചക്കയാണ്. ഇത് കണ്ടോ, ചക്കയാണ് ഇത്. മേഡം ഇത് പിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് വെടിപ്ലാവ് എന്ന് പറയാൻ കാരണം മൂത്ത് കഴിഞ്ഞാൽ ഇത് 5 ഇതളായിട്ട് പൊട്ടും. ഇത് കണ്ടോ, ഇത് കണ്ടോ, മൂത്ത് കഴിഞ്ഞാൽ പൊട്ടും. ഇതിനുള്ളിൽ നമുക്ക് കഴിക്കാനുള്ളൊരു കായുമില്ല. ഈ സാധനമാണ് അവരുടെ ഇഷ്ടഭക്ഷണം. അതിനാണ് മുള്ളൻ ചക്ക എന്ന് പറയുന്നത്. ഈ കിടക്കുന്ന അതിൻ്റെതാണ്. ഈ മരമൊക്കെ അതിൻ്റെയാണ്. ഇതിന്റെ കളർ എങ്ങനെയാണ് ശരിക്കും പഴുത്തിരിക്കുമ്പോൾ? പച്ച. നമ്മുടെ സിംഹവാലൻ കുരങ്ങിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഇപ്പോൾ ഈ കണ്ടത് കേട്ടോ. നമ്മൾ ഈ മുള്ളൻചക്ക ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചുളയൊന്നുമില്ല, കുരു പോലെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ ഇഷ്ട ഭക്ഷണം. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഈ സിംഹവാലൻ കുരങ്ങിനെ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ നല്ല പുഴയുടെ ആരവും ശബ്ദമൊക്കെ കേട്ട് തുടങ്ങി. നമ്മളിതാ അങ്ങനെ കുന്തിപ്പുഴയുടെ പരിസരത്ത് എത്തിയിരിക്കുകയാണ്.
ഈ പുഴയുടെ കുറുകെയായിട്ട് ഒരു പാലം ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ലാസ്റ്റ് 2018 പ്രളയം ഉണ്ടായപ്പോൾ അങ്ങകലെ കാണുന്ന ആ ഒരു പാലം, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പാസ് ചെയ്യാനുള്ള പാലം ആകെ വെള്ളത്തിൽ മുങ്ങി ആകെ നശിച്ചു പോയി. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാലം ഈ കുന്തിപ്പുഴയ്ക്ക് കുറുകെ പണിയണത് കേട്ടോ. ഈ കുന്തിപ്പുഴയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ മനുഷ്യസ്പർശം ഏൽക്കാത്ത വെള്ളമാണ് ഇതിൽ കൂടെ ഒഴുകണമെന്നാണ് പറയണത്. നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ദൂരെ നിന്ന് കാണാമെന്നല്ലാണ്ട് അതിലേക്ക് ഇറങ്ങാനോ വെള്ളത്തിൽ കൈയിടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് അനുമതിയില്ല കേട്ടോ. അപ്പോൾ ദൂരെ നിന്ന് കണ്ട് നമ്മളതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരികെ പോവുകയാണ്. നല്ല ക്ലീനായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇങ്ങോട്ട് വന്ന അത്ര സുഖമല്ല യാത്ര. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരു വടിയൊക്കെ ഓടിച്ച് കൈ പിടിച്ചിട്ടാണ് പോണത്. വടി കുത്തിപ്പിടിച്ചാലാണ് അങ്ങോട്ടത് കയറി പോവാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അത്രയും ടാസ്ക്കാണ് നമുക്ക് തിരിച്ചുള്ള യാത്ര. ഇങ്ങനെയുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സുകളൊക്കെ അന്വേഷിച്ചിട്ട് ഈ ആനകളൊക്കെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസേജ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോരുന്ന വഴിക്ക് തന്നെ അവിടെ ആനപ്പിണ്ടൊക്കെ ചൂടാറാത്തത് കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ട് നടക്കാതെ ഒന്നിച്ച് പോവുക. അപ്പം ഞങ്ങൾ കുന്തിപ്പുഴയിലെ ഭംഗിയൊക്കെ കണ്ട് മടങ്ങുകയാണ്. ഈ ഡാം നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ട് കാടും മലയും ഒക്കെ വെട്ടിത്തെളിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളി കാഴ്ചകളാണ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അധികം മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പോകുന്ന ആ ഒരു ട്രിപ്പിനൊക്കെയാണ് സാധാരണ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 9:30 കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞ് വന്നു എന്നാണ് ആൾ പറഞ്ഞത്, ഡ്രൈവർ. അപ്പോൾ ആ സമയത്താണ് ഇവിടെ മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടികളുടെയൊക്കെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ തന്നെ ഈ മൃഗങ്ങളൊക്കെ പിന്നെ ഉൾക്കാടുകളിലേക്ക് പോകും. പിന്നെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വരുന്നവർക്കൊന്നും ഇങ്ങനെ മൃഗങ്ങളെയൊന്നും കാണാനായിട്ട് സാധിക്കാറില്ല. ഈ വനമേഖലയിൽ ജോലി ചെയ്യുന്ന കുറേ ആദിവാസികളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. പക്ഷേ അവർ നമ്മളുടെ അടുത്ത് അങ്ങനെ അത്ര കമ്മ്യൂണിക്കേറ്റീവോ അല്ലെങ്കിൽ നമ്മളെ ഫേസ് ചെയ്യാനോ ഒന്നും ഒരു വില്ലിങ് ആയിരുന്നില്ല. പിന്നെ ഇവരിങ്ങനെ പശുവിനെ മേയ്ക്കുക, ആടിനെ മേയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മരം കളക്ട് ചെയ്യുക, അതായത് വിറക് കളക്ട് ചെയ്യുക. അവർക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് വിറകൊക്കെ വേണമെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പക്ഷെ പുറമേ ഉള്ള ഒരാൾക്കൊരു ചുള്ളിക്കമ്പ് പോലും വീണെടുക്കാനുള്ള അവകാശം ഇല്ല. കുറച്ച് മഴയൊക്കെയുള്ള സമയത്താണ് ഈ വഴി വരണത് ഏറ്റവും രസമായിരിക്കുക കേട്ടോ. ഈ മുകളിൽ നിന്നൊക്കെ നിറച്ചും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ നിറയെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കണ്ടാലും മതിവരാത്ത കാഴ്ചകളുമായിട്ട് നമ്മളിത് സൈലൻറ്റ് വാലിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ബൈ സൈലൻറ്റ് വാലി. അങ്ങനെ നമ്മൾ ഉൾക്കാടുകളിൽ നിന്ന് പുറത്തേക്ക് ഉള്ള യാത്രയിലാണ്. നമുക്ക് ഈ കാടിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ചൂടൊന്നും അറിയില്ല കേട്ടോ. നമ്മളിവിടെ അതേ കുരങ്ങന്മാരെ കണ്ടു, കരിങ്കുരങ്ങ് കണ്ടോ, ചാടൻ കണ്ടു. ഒരു 3-4 പേര് കേട്ടോ. ഞങ്ങൾ ഈ ജീപ്പിൽ നിന്ന് ഇറങ്ങിയില്ല. ജീപ്പിൽ നിന്ന് ഇറങ്ങിയാൽ അവർ ഓടിക്കളയും, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അത് കാരണം ജീപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ പിടിച്ചതാണത്. ആ വെള്ളച്ചാട്ടം കണ്ടു, അടിപൊളിയുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ മുക്കാലിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡ്രൈവറോടും ഫോറസ്റ്റ് അധികൃതരോടും നന്ദി പറഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ KSRTCയിൽ കയറാൻ പോവുകയാണ്. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനായ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമാണ് കേട്ടോ നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ മുക്കാലി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ വണ്ടിയിൽ എല്ലാവരും കയറുകയാണ് KSRTCയിൽ. അത് കഴിഞ്ഞതാ മുക്കാലി ജംഗ്ഷനെത്തി. അവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ലെഫ്റ്റിലേക്ക് പോയ അഗളി റൂട്ടാണ്.
ആനക്കട്ടിയിലേക്കും പോകേണ്ട വഴി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡറാണ് ഈ ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഹായ്, ഞാനിപ്പോൾ നമ്മളുടെ സൈലൻറ്റ് വാലിയിലുള്ള, അതായത് പാലക്കാട് ജില്ലയിൽ സൈലൻറ്റ് വാലിയിലുള്ള കാഞ്ഞിരപ്പുഴ ഡാം അത് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാം എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് നോക്കാൻ പോയിട്ട് അവിടുത്തെ ഉദ്യാനം അതിൻ്റെ ഭംഗിയും ഒക്കെ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. മുക്കാലിൽ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഐ ലവ് കാഞ്ഞിരപ്പുഴ. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. കണ്ടു, എന്താണ് പാർക്കിംഗ് സ്പേസ്. പിന്നെ ഇവിടെ എൻട്രി ഫീ വരുന്നുണ്ട്. നമ്മൾ KSRTCയുടെ പാക്കേജ് ആയ കാരണം അതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ എൻട്രി ഫീ ഒക്കെ. ഇവിടെ എന്തോ ന്യൂ ഇയറിൻ്റെ ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. രാത്രി ടൈമിൽ ലൈറ്റ് അങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ സംഭവം അടിപൊളിയുണ്ട് അല്ലേ. നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ട ഏരി ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ദേ ആനയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. കുട്ടിശങ്കരനാണ് കേട്ടോ അത്, കുട്ടിശങ്കരൻ. ഇത് നമ്മുടെ ഉദ്യാനത്തിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇനി നമുക്ക് ഡാമിൻ്റെ മുകളിലെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം പോയിട്ട്. അങ്ങനെയൊക്കെ മല കണ്ടു, എന്ത് രസമല്ലേ, എന്ത് വലിയ മലയാ നോക്കൂ. നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിന് സമീപം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴയുടെ കൈവഴിയായ കാഞ്ഞിരപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടാണ് ഈ കാഞ്ഞിരപ്പുഴ അണക്കെട്ട് കേട്ടോ. മണ്ണാർക്കാട് നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് മണ്ണാർക്കാട് നിന്ന് ഇങ്ങോട്ടേക്കുള്ള വഴി കേട്ടോ. ബേബി ഡാമിൽ ബോട്ട് സർവീസും പിന്നെ കുട്ടവഞ്ചി സവാരിയൊക്കെ സഞ്ചാരികൾക്കായിട്ട് ലഭ്യമാണ് കേട്ടോ. നിങ്ങൾക്കല്ലേ കാണുന്ന മലയാണ് കേട്ടോ വക്കോടൻ മല. ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഈ കാഞ്ഞിരപ്പുഴ അണക്കെട്ടിന് 3 ഷട്ടറാണുള്ളത് കേട്ടോ. ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം 1961-ലും പിന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് 1995-ലുമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റിസർവോയറിൽ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മീൻ വളർത്തിയിട്ട് വിൽപ്പനയ്ക്കായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിരുവാണി ഡാമിലെത്താം കേട്ടോ. നിത്യഹരിത വനമായ ശിരുവാണി വനത്തിലാണ് ഈ ശിരുവാണി ഡാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് പ്രത്യേക അനുമതിയൊക്കെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ നമ്മുടെ ഈ ഡാമിൻ്റെ കാഴ്ചകൾ. നമുക്ക് കുറച്ച് നേരം അടിച്ച് പൊളിക്കാം. നമ്മുടെ സൈലൻറ്റ് വാലി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ പുതിയ കാഴ്ചകളുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.